എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ JEE മെയിൻ സെഷൻ 1ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് JEE മെയിൻ സെഷൻ 1ൻ്റെ ആ ഒരു സ്കോർ അറിയുന്നതിനായിട്ട് nta.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ്, അതായത് JEE-main.nta.nic.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു JEE മെയിൻ സെഷൻ 2ലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ഏകദേശം മാർച്ച് 2-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. JEE മെയിൻ സെഷൻ 1 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ JEE മെയിൻ സെഷൻ 1 ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെഷൻ 2ലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 സെഷനും അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മികച്ച സ്കോറാണ് റാങ്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് NIT, അതുപോലെ IIIT, അതുപോലെ IIT എന്നിങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ JEE മെയിൻ നടത്തപ്പെടുന്നത്. ഈ ഒരു JEE മെയിൻ സെഷൻ 1, 2 എന്നിവയിൽ നിന്നും മികച്ച സ്കോർ ലഭിച്ചിട്ടുള്ള 2.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു JEE അഡ്വാൻസ് എക്സാം എഴുതാൻ സാധിക്കുക. ആ ഒരു അഡ്വാൻസ് എക്സാം വഴിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇതിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു JEE-main.nta.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ്, അതായത് NTA ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് JEE മെയിൻ ആ ഒരു സ്കോർ കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ക്രോൾ ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ, അതായത് ഈ ഒരു നിങ്ങളുടെ സ്കോർ കാർഡ് അറിയുന്നതിനായിട്ട് ആ ഒരു BTech അതിൻ്റെ സ്കോർ കാർഡ് അറിയുന്നതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിലേക്ക് ഇതുപോലെ ലോഡായിട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള, അതായത് ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കും. അത് ആ ഒരു കോഡ് കൂടി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു, അതായത് ഹോം പേജിലേക്ക് പോകുന്നതിനായിട്ട് അവിടെ ഹോം പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു ഹോം പേജിലേക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ സ്കോർ കാർഡ് അറിയുന്നതിനായിട്ട് ഇവിടെയും അതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു സ്കോർ കാർഡ് അറിയുന്നതിനായിട്ട്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നതിനായിട്ടുള്ള ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മികച്ച സ്കോർ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ JEE മെയിൻ സെഷൻ 2ലേക്ക് കൂടി രജിസ്ട്രേഷൻ ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു എക്സാമിനേഷൻ കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാർച്ച് 2-ാം തീയതി വരെയാണ് JEE മെയിൻ സെഷൻ 2ലേക്കുള്ള രജിസ്ട്രേഷൻ നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെഷൻ 1ഉം സെഷൻ 2ലേക്കുള്ള രജിസ്ട്രേഷനും, അതായത് 2 രജിസ്ട്രേഷനും നിങ്ങൾക്ക് ചെയ്യാം. സെഷൻ 1 രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു സെഷൻ 2ലേക്കുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മാർച്ച് 2-ാം തീയതി വരെ ചെയ്യാം. അതുപോലെ ഇതുവരെ ഈ ഒരു രജിസ്ട്രേഷൻ നടത്താതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കോർ കാർഡ് നോക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ JEE മെയിൻ സെഷൻ 2ലേക്കുള്ള രജിസ്ട്രേഷൻ ഉടൻ തന്നെ നടത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.